الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിക്കണേ എന്ന് ആമുഖമായി എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങളായി നമ്മെ ഓരോരുത്തരെയും ഭയപ്പെടുത്തുന്ന ദുരന്ത വാർത്തകളാണ് നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ചാനലുകൾ തുറന്നാൽ, സോഷ്യൽ മീഡിയകൾ തുറന്നാൽ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് നമ്മൾ ഓരോരുത്തരും ആ വാർത്തകൾ കണ്ടു തീർക്കുന്നത്. വയനാട് ജില്ലയിലെ ചൂരൽമല
മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങളിൽ സംഭവിച്ച ഉരുൾപൊട്ടലിൽ 300ഓളം സഹോദരങ്ങളാണ് മരണപ്പെട്ടിരിക്കുന്നത്. ധാരാളം ആളുകളെ കാണാതായിട്ടുണ്ട്. ആ ദുരന്തത്തിൽ ഒട്ടനവധി ആളുകളാണ് അപകടങ്ങൾ പറ്റി ഹോസ്പിറ്റലുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രക്ഷപ്പെട്ട മറ്റ് പല ആളുകളും ക്യാമ്പുകളിൽ ജീവിക്കുകയാണ്. രക്ഷപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസ്ഥ, ഇന്നലെ വരെ അവർ നേടിയെടുത്ത സകലതും, അവരുടെ വീട്, അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ, അവരുടെ സർട്ടിഫിക്കറ്റുകൾ, അതേ രൂപത്തിൽ തന്നെ അവരുടെ കൃഷിയിടങ്ങൾ, അവർക്ക് ഉറ്റവരെന്ന് പറയാൻ, ഉടയവരെന്ന് പറയാൻ തൻ്റെ ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ എല്ലാം നഷ്ടപ്പെട്ട് വല്ലാത്തൊരു ശൂന്യതയിലാണ് രക്ഷപ്പെട്ട ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുരന്തം അതെല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മാനസികാവസ്ഥ അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്രയും പെട്ടെന്ന് ആ ദുരന്തത്തിൽ നിന്ന് കരകയറി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള എളുപ്പമാർഗങ്ങൾ അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആയിരക്കണക്കിന് നമ്മുടെ സഹോദരങ്ങളാണ് വിവിധയിടങ്ങളിൽ നിന്ന് ആ ദുരന്ത പ്രദേശത്തേക്ക് ഓടിയെത്തി അവിടെ അതുല്യമായ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശക്തമായ മനക്കരുത്ത് അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത. ഇത്തരം ദുരന്തങ്ങൾ പല രൂപത്തിൽ നമ്മിലേക്ക് കടന്നു വരും. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ പലതും പഠിക്കാനുണ്ട്. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ പലതും മനസ്സിലാക്കാനുണ്ട്. പലരും ഒരു ദുരന്തത്തെ നോക്കിക്കാണുന്നത് പോലെയല്ല ഒരു വിശ്വാസി ദുരന്തത്തെ, പ്രകൃതിക്ഷോഭങ്ങളെ, ഇതുപോലെയുള്ള അവസ്ഥകളെ നോക്കിക്കാണേണ്ടത്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിക്കൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ പല രൂപത്തിലുണ്ടാകുമെന്ന് പ്രവാചകന്റെ ഹദീസുകളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരു വിശ്വാസി പ്രമാണങ്ങളിലൂടെയാണ് ഇത്തരം വിഷയങ്ങളെ നോക്കിക്കാണേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മനുഷ്യരുടെ കൈകടത്തലുകൾ, മനുഷ്യരുടെ ചെയ്തികളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിക്കൊണ്ട് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലുമൊക്കെ അവർക്ക് ദുരന്തങ്ങൾ ഉണ്ടായേക്കാം, അവർക്ക് ശിക്ഷകൾ വന്നേക്കാം, അവർക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ചെയ്തികളുടെ ഫലമായിക്കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിക്കൊണ്ട് പരിശോധിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ നിയമാവലികൾ അനുസരിച്ചുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടാണോ ഞാൻ ജീവിക്കുന്നത്? അതല്ല അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള ജീവിതമാണോ? അതിനോടൊക്കെ ധിക്കാര മനോഭാവത്തോടുകൂടെയുള്ള ജീവിതമാണോ എൻ്റേത് എന്ന് പരിശോധിക്കേണ്ടത് നമ്മളാണ്. അതേ രൂപത്തിൽ തന്നെ നമുക്കറിയാം, പ്രകൃതിയോട്, മലനിരകളോട് നാം കാണിക്കുന്ന അതിക്രമങ്ങൾ, അന്യായങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൻ നഹ്ലിലെ 15-ാമത്തെ വചനം, അതുപോലെ പലയിടങ്ങളിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅൽഖാ ഫിൽ അർദി റവാസിയ അൻ തമീദ ബിക്കും, നിങ്ങളെയും കൊണ്ട് ചെരിഞ്ഞു പോകാതിരിക്കാൻ, ഈ ഭൂമിക്ക്, നിങ്ങൾ വസിക്കുന്ന ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ, ഇതിന്റെ ബാലൻസ് അത് ഒപ്പിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നാം മലനിരകളെ സൃഷ്ടിച്ചു വച്ചിട്ടുള്ളത്. നാം നിങ്ങൾക്ക് പർവ്വതങ്ങളെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്.
ആണികളായിട്ടാണ് ഔതാദ എന്നുള്ള പ്രയോഗം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ എങ്ങനെയാണ് ആ മലനിരകളെ സമീപിക്കുന്നത്, എങ്ങനെയാണ് പാറകളെ, പർവ്വതങ്ങളെ മനുഷ്യർ സമീപിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മുടെ അത്യാഗ്രഹവും നമ്മുടെ അത്തരത്തിലുള്ള വികസനത്തിന്റെ പേരിൽ, പുരോഗതിയുടെ പേരിൽ നാം പർവ്വതങ്ങളെ ഇടിച്ചു നിരത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ച ബാലൻസിനെയാണ് നാം ഇളക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. അതിനൊരു കാരണമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ശിക്ഷയായിട്ട്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശിക്ഷയായിട്ട് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ നമ്മിലേക്ക് കടന്നു വന്നേക്കാം. അതൊരു പ്രകൃതി ദുരന്തം മാത്രമല്ല, അതൊരു ഉരുൾപൊട്ടൽ മാത്രമല്ല, അത് ഭൂമി കുലുക്കമായി, അതുപോലെ തന്നെ മറ്റു രോഗങ്ങളായി, മറ്റു പ്രശ്നങ്ങളായി അതൊക്കെ നമ്മിലേക്ക് കടന്നു വരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇദാ അസഫത്തിർ റീഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാറ്റ് വീശുന്നത് കണ്ടാൽ, ശക്തമായൊരു കാറ്റ് വീശിയാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പെട്ടെന്ന് തന്നെ പ്രാർത്ഥിക്കും, അള്ളാഹുവേ ഇതിൽ വല്ല ഷർറുമുണ്ട് എങ്കിൽ അള്ളാഹുവേ ഞാൻ നിന്നോട് കാവല് ചോദിക്കുന്നു, അള്ളാഹുവേ ഇതിലെ നന്മകളെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഒരു കാർമേഘം ഇങ്ങനെ ആകാശത്ത് ഉരുണ്ടുകൂടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്വസ്ഥനാവാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, വഇദാ തഖയ്യലത്തി സമാഉ തഗയ്യറ ലൗനുഹു വഖറജ വദഖൽ വഅഖബല വഅദ്ബർ ഫഇദാ മതറത് സുരിയ അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്ത് ഒരു കാർമേഘം ഇങ്ങനെ ഉരുണ്ടുകൂടിയാൽ നബിയുടെ മുഖം, അസ്വസ്ഥത മുഖത്ത് പ്രകടമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നിടത്തിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥതയോടുകൂടെ നടക്കും. അങ്ങനെ ആ മഴ പെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ആശ്വാസമാകും. ആയിഷ ബീവി പറയാൻ, അങ്ങനെ നബിയോട് ഞാൻ ചോദിച്ചു, നബിയെ എന്താണ് ഇങ്ങനെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥത, ഒരു കാർമേഘം കാണുമ്പോഴേക്ക് അങ്ങ് വല്ലാതെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് കാണുന്നുണ്ടല്ലോ, എന്തേ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, യാ ആയിഷ ലഅല്ലഹു യാ ആയിഷതു കമാ ഖാല ഖൗമു ആദ്, ഇത് ആദ് സമുദായം പറഞ്ഞതുപോലെ ആകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് ആയിഷ. എന്താ അവര് പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്ഖാഫിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഫലമ്മാ റഔഹു ആരിദൻ മുസ്തഖബില ഔദിയതിഹിം ഖാലു ഹാദാ ആരിദുൻ മുംതിറുന, അവർക്ക് വലിയ ശിക്ഷ വന്നു, കോരിച്ചൊരിയുന്ന മഴ വന്നു, വെള്ളപ്പൊക്കം വന്നു, അവരെ നശിപ്പിക്കുന്നതിന് മുമ്പ് ഈ കാർമേഘം കണ്ടപ്പോ അവര് പറഞ്ഞത് എന്താ? അവര് കണ്ടപ്പോ അവര് പറഞ്ഞത് ഹാദാ ആരിദുൻ മുംതിറുന, അതാ നമുക്ക് മഴ വർഷിപ്പിക്കാനുള്ള മേഘമാണ് നമ്മുടെ മുകളിലുള്ളത്, ആ മേഘമാണ് നാം കാണുന്നത് എന്ന് അവര് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതവർക്ക് കേവലം ഒരു മഴ വർഷിപ്പിക്കാൻ, അവർക്ക് സസ്യലതാദികളെ ഉൽപ്പാദിപ്പിക്കാൻ, അവർക്ക് ഭക്ഷ്യയോഗ്യമായ ഉപജീവനം നൽകപ്പെടാൻ ആയിരുന്നില്ല, അതവർക്കുള്ള ശിക്ഷയായിരുന്നു. ആയിഷ, അങ്ങനെ ആണെങ്കിലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ അസ്വസ്ഥതപ്പെടുന്നത് എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുമ്പോൾ നമ്മളും പരിശോധിക്കേണ്ടത് അതാണ്. ധർമാധർമ്മങ്ങളെ കുറിച്ച് പഠിക്കണം, നമ്മൾ ആലോചിക്കണം. നമ്മുടെ ജീവിതം എപ്രകാരമാണ്? അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചു കൊണ്ടാണോ നാം ജീവിക്കുന്നത്? ഇത്തരത്തിലുള്ള ഒരു ശിക്ഷക്ക് നാം, നമ്മുടെ ജീവിതം അത് കാരണമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഇത് മാത്രമായിരിക്കില്ല, വിശുദ്ധ ഖുർആൻ വേറെയും കാരണങ്ങൾ പറയുന്നത് ഇത്തരം കാരണങ്ങളൊന്നുമല്ല എങ്കിൽ പരീക്ഷണമായേക്കാം, പരീക്ഷണങ്ങൾ നൽകിയേക്കാം. അതാണ് ഞാൻ ആമുഖമായി ഓതിവെച്ച സൂറത്തുൽ ബഖറയിലെ 155, 156 വചനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഭയം നൽകിക്കൊണ്ട്, അല്പം പട്ടിണി നൽകിക്കൊണ്ട്, അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ മരിപ്പിച്ചുകൊണ്ട്, മരണം നൽകിക്കൊണ്ട്, സാമ്പത്തിക നഷ്ടം നൽകിക്കൊണ്ട്, നിങ്ങളുടെ കാർഷിക വിളകളിൽ മാന്ദ്യം വരുത്തിക്കൊണ്ട്, അതിൽ ഇടിവ് വരുത്തിക്കൊണ്ട്, ഇത്തരത്തിലൊക്കെ നിങ്ങളെ നാം പരീക്ഷിക്കും. ഒരു വിശ്വാസിയുടെ നിലപാട് വബശ്ശിരിസ് സ്വാബിരീൻ,
ക്ഷമിക്കാൻ കഴിയണം, സഹിക്കാൻ കഴിയണം. അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആരാണ് വിശ്വാസികൾ? വിശ്വാസികൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിലുള്ള മുസീബത്തുകൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ, ഏത് ചെറുതോ വലുതോ ആയ മുസീബത്തുകൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ അവർ പ്രഖ്യാപിക്കുന്നത് എന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ ശാശ്വതരായി ഇവിടെ ജീവിക്കുന്നവരല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരണപ്പെട്ടു പോകേണ്ടവനാണ്. ഇന്നെന്റെ ഭർത്താവാണ്, ഇന്നെന്റെ ഭാര്യയാണ്, ഇന്നെന്റെ കുടുംബമാണ്, ഇന്നെന്റെ കച്ചവട സ്ഥാപനമാണ്, ഇന്നെന്റെ കൃഷിയിടമാണ്, ഇന്നലെ വരെ ഞാൻ സമ്പാദിച്ച മുഴുവനുമാണ് എനിക്ക് നഷ്ടപ്പെട്ടതെങ്കിൽ നാളെ ഞാനും ആ റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടവനാണ്. ഇതാണ് വിശ്വാസി. ഇതാവണം വിശ്വാസി. ഇതാണ് ഒരു വിശ്വാസിയുടെ നിലപാട് എന്ന് വിശുദ്ധ ഖുർആൻ പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങളിൽ വിശ്വാസിയുടെ നിലപാടിനെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയകൾ തുറന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില ചോദ്യങ്ങളുണ്ട്. എവിടെയാണ് നിങ്ങളുടെ ദൈവം? എവിടെയാണ് നിങ്ങളുടെ അല്ലാഹു? ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ സാധിക്കാത്ത ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നത് എന്തിനാണ്? എന്തിനാണ് നിങ്ങളുടെ മതവിശ്വാസികളായി ജീവിക്കുന്നത്? ചോദ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇസ്ലാം എന്താണെന്നറിയാത്ത, ഇസ്ലാമിന്റെ ബാലപാഠം എന്താണെന്നറിയാത്ത, ഈ പ്രകൃതിയുടെ സൃഷ്ടാവിന്റെ നിർദ്ദേശങ്ങൾ എന്താണെന്നറിയാത്ത യുക്തിവാദികൾ എന്ന് വാദിക്കുന്ന ആളുകൾ, അവരാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഒരു മനസ്സമാധാനത്തോടുകൂടെ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട് എന്നും എന്റെ റബ്ബിന്റെ വിധിയാണെന്നും ആശ്വസിച്ച് സമാധാനിക്കുന്ന മതവിശ്വാസികളോട് ക്രൂരതയുടെ ചോദ്യമാണ്. ആലോചിച്ച് നോക്ക്, ആരുടെ മുമ്പിലാണ് ഈ ചോദിക്കുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബുണ്ട്, ഞങ്ങളുടെ റബ്ബിന്റെ വിധിയാണെന്ന് പറഞ്ഞുകൊണ്ട് സർവ്വതും നഷ്ടപ്പെട്ട് ആശ്വാസം കണ്ടെത്തുന്ന, മനസമാധാനം കണ്ടെത്തുന്ന മതവിശ്വാസികളോട് ക്രൂരതയുടെ, മനുഷ്യത്വമില്ലാത്ത, മരവിച്ചുപോയ ഹൃദയത്തിന്റെ ഉടമകളായ യുക്തിവാദികൾ എന്ന് പറയുന്ന, ഭൗതികവാദികൾ എന്ന് പറയുന്ന, എത്തിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ ചോദിക്കുകയാണ്, നിങ്ങൾ ആരോടാ പ്രാർത്ഥിക്കുന്നത്? പ്രേ ഫോർ വയനാട് എന്നുള്ളത് മാറ്റിയിട്ട് അത് നിങ്ങൾ ഒഴിവാക്കൂ, എന്നിട്ട് പേ ഫോർ വയനാട് എന്ന് പറയൂ. വയനാടിന് വേണ്ടി ഡൊണേറ്റ് ചെയ്യുക, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, എന്തൊരു ക്രൂരമായ മനസ്സാണ് ഇവർക്കുള്ളത്. ഇത്തരം ദുഃഖമായ, ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിലും അവർ പ്രചരിപ്പിക്കുന്നത് ദുഷ്ടലാക്കോടുകൂടെ ഇത്തരം ചിന്താഗതികളാണ്. സഹോദരങ്ങളെ, നമ്മൾ പരിശോധിക്കേണ്ടത് എന്താ ഇസ്ലാമിന്റെ ഇത്തരം വിഷയങ്ങളിലുള്ള നിലപാട്? ഇസ്ലാം എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? നിങ്ങൾക്കിവിടെ സ്വർഗീയമായ അനുഭവങ്ങൾ മാത്രമാണ് എന്നാണോ? ഒരു ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കുണ്ടാവില്ല എന്നാണോ? ഒരു കഷ്ടപ്പാടുകളും നിങ്ങൾക്കുണ്ടാവില്ല എന്നാണോ? അല്ല. ഖുർആൻ പഠിപ്പിക്കുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത്, പ്രപഞ്ച സൃഷ്ടാവ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ശാശ്വതമായ ജീവിതം ഇവിടെയല്ല, അതിന് മറ്റൊരിടമുണ്ട്, അവിടേക്ക് പോകേണ്ടവരാണ് നിങ്ങൾ. ഇവിടെ ഒരു പരീക്ഷണാലയം മാത്രമാണ്, ഇതൊരു പരീക്ഷാലയം മാത്രമാണ്. ഇവിടെ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് പരീക്ഷയാണ്. വലനബിലുവന്നക്കും, തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. മരണം നൽകിക്കൊണ്ട്, നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ട്, നിങ്ങളുടെ ഇന്നലകളിലെ സമ്പാദ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, നിങ്ങൾക്ക് ദുഃഖങ്ങൾ തന്നുകൊണ്ട്, ക്ലേശങ്ങൾ തന്നുകൊണ്ട്, മനോവ്യതകൾ തന്നുകൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന ഒരു വിശ്വാസിയെ, മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതങ്ങനെ തന്നെയാ വിശ്വാസികൾ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിന്റെ ഖദറാണത്. കാരണം എന്താ? ആത്യന്തികമായി ഒരു വിശ്വാസി മനസ്സിലാക്കുന്നത് എന്താ? ഇതെന്റെ നഷ്ടമാണെന്നാണോ? അല്ല, ഇതിലെന്റെ റബ്ബ് എനിക്ക് കരുതി വെച്ച, എനിക്കൊരുക്കി വെച്ച നന്മകളുണ്ട്. അതാ ഒരു വിശ്വാസി മനസ്സിലാക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച്, വയനാട് ദുരന്തത്തിൽപ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? അത് കഴിഞ്ഞു എന്ന, അയാൾ മരിച്ചുപോയി എന്ന അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശുഹദാഉ ഖംസ, 5 തരത്തിലുള്ള മരണങ്ങൾ ശുഹദാക്കളുടെ പ്രതിഫലമാണ് നാളെ പാരിത്രിക ലോകത്തിൽ ലഭിക്കുന്നത്. നോക്കൂ, അൽ മത്ഊൻ വൽ മബ്തൂൻ വൽ ഗരിഖ് വസാഹിബുൽ ഹദം. ഇതുപോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ, കെട്ടിടങ്ങളിൽ
കെട്ടിടങ്ങൾ തകർന്നുകൊണ്ട്, അതുപോലെ തന്നെ മുങ്ങി മരണം, ഇതിനൊക്കെ അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ പരലോകത്തെത്തിയാൽ അതുല്യമായ പ്രതിഫലമാണ്, സ്വർഗീയമായ അനുഭൂതികളാണ്, ശുഹദാക്കളുടെ പ്രതിഫലമാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഇതാണ് വിശ്വാസി, ഇത് മനസ്സിലാക്കുന്നവർ ആണ് വിശ്വാസി. ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹു ഞങ്ങളെ സഹായിച്ചിട്ടില്ല എങ്കിൽ ഇത് ഞങ്ങളുടെ വിധിയാണ്, ഇത് ഞങ്ങളുടെ പരീക്ഷണമാണ്. എനിക്കെത്രയോ അധികം പ്രതിഫലം തരാൻ വേണ്ടി എന്റെ റബ്ബ് എനിക്ക് നിശ്ചയിച്ച പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കുന്ന വിശ്വാസിയോടാണോ എവിടെ നിങ്ങളുടെ ദൈവം എന്ന് ചോദിക്കുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അജബൽ ലി അംരിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെ. സഹോദരങ്ങൾ നോക്കൂ, പ്രവാചകന്റെ സംസാരത്തിന്റെ രീതി ശ്രദ്ധിച്ചു നോക്കൂ. ഒരു മുഅ്മിനിന്റെ ജീവിതം അത് വല്ലാത്ത അത്ഭുതം തന്നെയാണ്. എന്താണ്? ഇന്ന അംറഹു കുല്ലുഹു ഖൈർ, അവന്റെ ജീവിതത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും അവന് നന്മയാണ്, അവന് ഖൈറാണ്. തീർന്നില്ല, പ്രവാചകൻ വീണ്ടും പറഞ്ഞു, വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലി മുഅ്മിനിൻ, ഇതൊരു മുഅ്മിനിനല്ലാതെ മറ്റൊരാൾക്കും ഉണ്ടാവില്ല, ഇതൊരു മുഅ്മിനിനല്ലാതെ വേറൊരാൾക്കും ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവന്റെ ജീവിതത്തിൽ വല്ല മുസീബത്തുകളും സംഭവിച്ചാൽ ശക്ർ, അവൻ ശുക്ർ ചെയ്തു അള്ളാഹുവിന് നന്ദി കാണിക്കും. നന്മകൾ ഉണ്ടാകുമ്പോ, അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോ നന്ദിയോടുകൂടെ അവൻ സ്മരിക്കും. ഫകാന ഖൈറുൽ ലഹു, അതവന് നന്മയാണ്. എന്നാലോ മുസീബത്തുകൾ ഉണ്ടാകുമ്പോഴോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴോ അവൻ സ്വബറ, അവൻ അസഹ്യത കാണിക്കുകയില്ല. അവനറിയാം ഇതെന്റെ റബ്ബിന്റെ പരീക്ഷണമാണ്, ഞാൻ എങ്ങനെയാണ് ഇതിനെ സമീപിക്കുന്നത് എന്ന് എന്റെ റബ്ബെന്നെ പരീക്ഷിക്കുകയാണ്. സ്വബറ, അവൻ ആ പരീക്ഷണത്തിൽ ക്ഷമിക്കാനും സഹിക്കാനും സാധിക്കും. ഫകാന ഖൈറൻ ലഹു, അതും പരലോകത്ത് അതുല്യമായ പ്രതിഫലമാണ് അവന് നൽകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം മായുസീബുൽ മുസ്ലിമു മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദൻ വലാ ഗം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരു മനക്ലേശം, ഒരു ദുഃഖം, ഒരു സങ്കടം ഏതുവരെ എന്നറിയോ? ഹത്ത ശൗകതി യുശാഖുഹാ, ഒരു മുള്ളവന്റെ കാലിൽ തറച്ചാൽ പോലും ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായ, അവന്റെ ദോഷങ്ങൾ അല്ലാഹ് മായ്ച്ചു കൊടുക്കും അവന്. ഇതാ വിശ്വാസി പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആ വിമലീകരിച്ച ഹൃദയവുമായി സ്വർഗത്തിലേക്ക് പോകാൻ പ്രതീക്ഷിക്കുന്നവരോടാണ് നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നത്, ദൈവമില്ല എന്ന് പറയുന്നത്. ആലോചിച്ചു നോക്കൂ. എന്നാൽ ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഈ ചോദിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാദം എന്താണ്? ഇല്ല, ഇവിടെ ദൈവമില്ല എന്നുള്ളതാണ്. എല്ലാത്തിനും നമുക്ക് സയൻസ് മതി എന്നുള്ളതാണ്. ഈ ടെക്നോളജികൾ ഇത്രയധികം വർദ്ധിച്ചു വന്ന, ഉയർന്നു നിൽക്കുന്ന 21-ാം നൂറ്റാണ്ടിലും നിങ്ങൾ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുമായി ജീവിക്കുകയാണോ എന്നാ ചോദിക്കുന്നത്. ഏതാ ടെക്നോളജി? ഏതാണ് വിവര സാങ്കേതിക വിദ്യകൾ? നോക്കൂ, അങ്ങ് ശിരൂരിലെ, കർണാടകയിലെ നമ്മുടെ സഹോദരൻ 10 അടി 15 അടി താഴെ കിടന്നിട്ട്, അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ 16 വീലുള്ള വലിയ ലോറി തന്റെ കാലിനടിയിൽ കിടന്നിട്ട് കാണാൻ കഴിയാത്ത, അതെടുത്തു പൊക്കാൻ കഴിയാത്ത ടെക്നോളജി, അത് കണ്ടെത്താൻ കഴിയാത്ത സയൻസ്, ഇത് മതി ഞങ്ങൾക്കെല്ലാമായി എന്ന് ധരിക്കുന്നവരോട് നിന്റെ ദൗർബല്യമാണിത്, നിന്റെ അങ്ങേ അറ്റത്തെ ദൗർബല്യമാണ്. മനുഷ്യ, നീ ദുർബലനാണ് എന്ന റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഞങ്ങൾക്കെല്ലാം അറിയാൻ സാധിക്കും, മുൻകൂട്ടി അറിയാൻ സാധിക്കും, മുൻകൂട്ടി ഇൻഫോർമേഷൻ നൽകാൻ സാധിക്കും എന്ന് വാദിക്കുന്ന സയൻസിന്റെ ടെക്നോളജികളെ മാത്രം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെ, ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ പറഞ്ഞയച്ചുകൊണ്ട് മനുഷ്യ, നീ ദുർബലനാണ്, നിനക്കൊന്നിനും സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയും. ആ റബ്ബിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട്, അവനെ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് വിനയാന്വിതനായ ഒരു അടിമയായി ജീവിക്കുകയാണ് നമുക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. യാ അയ്യുഹന്നാസ്, അല്ലാഹു വിളിക്കുന്നു, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആശ്രയിക്കുന്നവനാണ്, അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവനാ. നിങ്ങളുടെ സയൻസിന് സാധ്യമല്ല ഒന്നും. സാധ്യമാണോ? എന്തിന്? നാം ശ്വസിക്കുന്ന ആ ശ്വാസം ഒന്ന് അകത്ത് ബ്ലോക്കായാൽ അതിനെ പുറത്തേക്ക് വിടാൻ,
പുറത്തേക്ക് വിട്ട ശ്വാസം ഒന്ന് വലിച്ചെടുക്കാൻ ഇല്ല, സാധ്യമല്ല. അത് അല്ലാഹു ആ ഒരു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു നിമിഷം നമുക്ക് സാധ്യമല്ല. നമ്മുടെ ദുർബലതയാണ്, മനുഷ്യന്റെ ദൗർബല്യമാണ്, സയൻസിന്റെ ദൗർബല്യമാണ്, കണ്ടെത്തലുകളുടെ ദൗർബല്യമാണ് അവിടെ വിളിച്ചോതുന്നത്. ഇത് അംഗീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കണ്ടുപിടുത്തം കണ്ടപ്പോഴേക്ക് അതൊക്കെ ഉയർത്തിപ്പിടിച്ചനി ദൈവം വേണ്ട, ദൈവമില്ല, എവിടെ അല്ലാഹു എന്നൊക്കെ ചോദിക്കുമ്പോ നമ്മൾ നമ്മുടെ ചെറുപ്പത്തെ, നമ്മുടെ ദൗർബല്യത്തെ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതാ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത്തരത്തിലുള്ള അഹങ്കാരത്തിന്റെ, അത്തരത്തിലുള്ള ധിക്കാരത്തിന്റെ ചോദ്യങ്ങളുടെ മുനയൊടിച്ചുകൊണ്ട ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മുടെ സമീപത്തേക്ക് കടന്നു വരുന്നതെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ നിസ്സഹായാവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല തഖ്വയുള്ള അടിമകളായിക്കൊണ്ട് അള്ളാഹുവിന്റെ നിയമാവലികൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാനാണ് പരിശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ വലിയ ഒരു പരീക്ഷണമാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഇത് അവർക്ക് മാത്രമുള്ള പരീക്ഷണമല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഇത് നമുക്കുകൂടെയുള്ള പരീക്ഷണമാണ്. ആരായിരുന്നു അവരെന്നറിയുമോ? നമ്മെപ്പോലെ ഇസ്സത്തോടെ, അഭിമാനത്തോടുകൂടി ജീവിച്ചിരുന്ന ആളുകൾ, നമ്മെപ്പോലെ ധന്യതയിൽ ജീവിച്ചിരുന്ന ആളുകൾ, നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വരെ ജീവിച്ചിരുന്ന നമ്മുടെ സഹോദരീ സഹോദരങ്ങൾ ഒന്നുറങ്ങി എഴുന്നേറ്റപ്പോഴേക്ക് എല്ലാം നഷ്ടപ്പെട്ടവരായി തീർന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവർ ഇന്നലെ വരെ സമ്പാദിച്ച സർവ്വസമ്പാദ്യങ്ങളും ഒരു നിമിഷം കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇന്നവർ താമസിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. പള്ളികളിലും മദ്രസകളിലും സ്കൂളുകളിലുമൊക്കെയാണ് അവർ താമസിക്കുന്നത്. അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ, അവർക്ക് വെള്ളം കുടിക്കണമെങ്കിൽ, അവർക്കൊരു കട്ടൻ ചായ ഇട്ട് കുടിക്കണമെങ്കിൽ, അവർക്ക് വസ്ത്രം ധരിക്കണമെങ്കിൽ, സഹോദരങ്ങളെ, അവരിന്ന് മറ്റു പലരെയും ആശ്രയിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ ഒരു സ്ഥാനത്ത് നമ്മെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മാരകമായ, അത്തരം വലിയ ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഓരോരുത്തരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന് എത്ര ശുക്ർ ചെയ്താലും മതിയാവില്ല. അത്തരം ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്കുള്ള പരീക്ഷണമാണിത്. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ സഹോദരികളാണ് അവിടെയുള്ളത്, നമ്മുടെ സഹോദരങ്ങളാണ് അവിടെയുള്ളത്, നമ്മുടെ മക്കളാണ് അവിടെയുള്ളത്, നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കളാണ് അവിടെയുള്ളത്. പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവരവിടെ നിൽക്കുമ്പോൾ അവരെ ഭക്ഷിപ്പിക്കാൻ, അവരെ വസ്ത്രം ധരിപ്പിക്കാൻ, അവർക്ക് വെള്ളം കുടിപ്പിക്കാൻ, അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ, അവരെ പുനരധിവസിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യബ്ന ആദം, മനുഷ്യരെ, അല്ലാഹുവിന്റെ ചോദ്യമാണ്, മനുഷ്യരെ, ഞാൻ രോഗിയായി കിടന്നിട്ട് നിങ്ങൾ എന്തേ എന്നെ സന്ദർശിച്ചിട്ടില്ല? അള്ളാന്റെ ചോദ്യമാണ്. നമ്മൾ പടച്ചവനോട് ചോദിക്കും, അള്ളാഹുവിന്റെ അടിമകൾ ചോദിക്കും, പടച്ചവനെ, കൈഫ അഊദുക വ അൻത റബ്ബുൽ ആലമീൻ, നീ രോഗിയാവുകയോ, ഞാൻ നിന്നെ സന്ദർശിക്കുകയോ, നീ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവല്ലയോ? അപ്പൊ അള്ളാഹുവിന്റെ മറുപടി, എന്റെ അടിമ ഒരു രോഗിയായി കിടന്നിട്ട് നീ അവനെ സന്ദർശിച്ചിട്ടില്ല, അവിടെ നീ പോയിരുന്നെങ്കിൽ, അവനെ നീ സന്ദർശിച്ചിരുന്നെങ്കിൽ എന്റെ സാന്നിധ്യം നിനക്ക് അനുഭവപ്പെടാമായിരുന്നു എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു.
തീർന്നില്ല അല്ലാഹുവിന്റെ അടുത്ത ചോദ്യം, ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചിട്ട് എന്തേ നീ എനിക്ക് ഭക്ഷണം തന്നില്ല? ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചിട്ട് നീ എനിക്കെന്തേ വെള്ളം തന്നില്ല? അല്ലാഹുവിന്റെ ചോദ്യമാ. അടിമ ചോദിക്കും, പടച്ചവനെ നിനക്ക് വിശപ്പോ, നിനക്ക് ദാഹമോ? നീ റബ്ബുൽ ആലമീനല്ലേ? അതെ, എന്റെ ഇന്നാലിന്ന അടിമകൾ വിശന്നിരുന്നിട്ട് നിന്നോട് ഭക്ഷണം ചോദിച്ചിട്ട്, നിന്നോട് വെള്ളം ചോദിച്ചിട്ട്, നിന്നോട് വസ്ത്രം ചോദിച്ചിട്ട്, നിന്നോട് മരുന്ന് ചോദിച്ചിട്ട്, നിന്നോട് വാസയോഗ്യമായ പാർപ്പിടത്തിന് സൗകര്യമൊരുക്കി തരാൻ പറഞ്ഞിട്ട് നീ ചെയ്തിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടി സഹോദരങ്ങളെ ഞാനും നിങ്ങളും പറയേണ്ടി വരും. ഖിയാമത്ത് നാളിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ അടുത്ത് അതിനും മറുപടി പറയാൻ പറ്റിയ സഹായങ്ങൾ ഞാനും നിങ്ങളും ചെയ്യണമെന്നാണ്. പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റിയ സഹായ സഹകരണങ്ങൾ ഞാനും നിങ്ങളും ചെയ്യണമെന്നാ. നമ്മൾ ആലോചിച്ചു നോക്കൂ. ഒന്ന് നമ്മുടെ സ്വന്തത്തിലേക്ക് നോക്കൂ. നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, നമ്മുടെ മക്കൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ, നമ്മുടെ വീടുകളിലെ അലമാരകൾ, അതിനകത്തൊക്കെയുള്ള വസ്ത്രങ്ങൾ. സഹോദരങ്ങളെ, ഇനി നമ്മൾ വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അവർക്ക് വേണ്ടി നാം എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്? ഇന്നും സാധാരണ നടക്കുന്നത് പോലെ നമ്മുടെ പള്ളിയുടെ പുറത്ത് ബക്കറ്റ് പിരിവുണ്ടാകും. അത് സാധാരണ ഒരു പിരിവായി ഞാനും നിങ്ങളും എടുത്തുകൂടാ. അവിടെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അകമഴിഞ്ഞ് ഞാൻ എത്ര കൊടുക്കണമെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും നാം എത്ര കൊടുക്കണമെന്ന് നാം ഓരോരുത്തരും തീരുമാനിക്കണം. എനിക്കെന്റെ റബ്ബ് തന്ന അനുഗ്രഹത്തിന് അനുയോജ്യമായ എന്റെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുന്ന രൂപത്തിലാണോ ഞാൻ കൊടുക്കുന്നത് എന്ന ചോദ്യം നമ്മൾ ഓരോരുത്തരും ഇവിടെ നിന്ന് നിങ്ങളോട് ആരും ചോദിക്കൂല, എന്നോട് ചോദിക്കൂല, നമ്മളോട് ആരും ചോദിക്കൂല. പക്ഷേ റബ്ബിന്റെ ചോദ്യം ഉണ്ടാകും എന്നുള്ള ആ ഒരു കൃത്യമായ ധാരണയോടുകൂടെ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു കടയിലെ മുഴുവൻ ടെക്സ്റ്റൈൽസിലെ മുഴുവൻ വസ്തുക്കളും മുഴുവൻ വസ്ത്രങ്ങളും വയനാട്ടിലേക്ക് കൊടുത്ത നൗഷാദുമാരും കരീമുമാരും ഒക്കെ ഉണ്ട്. ഒരുപാട് സഹായിച്ച ആളുകളുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു കുഞ്ഞിന് മുലപ്പാൽ നൽകാൻ സന്നദ്ധയാണ് എന്ന് പറഞ്ഞ ഷാനിബമാരുണ്ട്. അവരൊക്കെ നമുക്ക് മാതൃകയാണ്. അവരുടെയൊക്കെ മാതൃക പിൻപറ്റിക്കൊണ്ട് സഹോദരങ്ങളെ, അവരും നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ കൂടപ്പിറപ്പുകളാണ്. മക്കയിൽ നിന്നും മദീനയിലേക്ക് കടന്നു വന്ന മുഹാജിറുകളെ അകമയിഞ്ഞ് സഹായിച്ച അൻസ്വാറുകളുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം സഹായിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരൊറ്റ ഹദീസിന്റെ ഭാഗം, ഈ ദുനിയാവിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ദുഃഖങ്ങൾ, അയാളുടെ പ്രയാസങ്ങൾ അകറ്റാൻ നിങ്ങൾ തയ്യാറായാൽ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ റബ്ബ് നമുക്ക് മാറ്റി തരുമെന്നാണ്. അത് പ്രതീക്ഷിക്കണം നമ്മൾ. ആ പ്രതിഫലമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. നമ്മുടെ സഹോദരനെ നമ്മൾ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ടോ എങ്കിൽ അല്ലാഹുവിന്റെ സഹായങ്ങൾ നമുക്കുണ്ടാകും. നമുക്ക് അത്തരത്തിലുള്ള സഹായങ്ങൾ, റബ്ബിന്റെ സഹായം ഉണ്ടാവാൻ അകമടിഞ്ഞ് സഹായിക്കണം. സഹോദരങ്ങളെ, നമ്മൾ എത്രയാണോ കൊടുക്കാൻ തയ്യാറായത് പരിശോധിക്കണം. ഇതെന്റെ റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹത്തിന്റെ തോതനുസരിച്ചാണോ എന്ന് ചിന്തിക്കണം. അതിനനുസരിച്ച് സഹായിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.